Hello guys, welcome back to my channel and this is Mitch 11th Mystery. അപ്പം കുറെ നാളായിട്ട് നമ്മൾ വന്നില്ലായിരുന്നു കാരണം ഈ പരീക്ഷയായിരുന്നു. അതുകൊണ്ട് സോറി. ഇപ്പൊ നമുക്ക് കളിക്കാൻ പോണം. നമുക്ക് കളിക്കാം. എല്ലായിരുന്നു നമ്മൾ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. പെട്ടിയിലൊന്നുമില്ല. ഓക്കെ, നമ്മുടെ വീട്ടിൽ രണ്ടിടത്തും നമുക്കൊന്ന് പോയേക്കാം. ഗൈസ് നോക്കാം. അങ്കിളേട്ടാ താങ്ക് യു ഫോർ പ്രൊട്ടക്ടിങ് അസ്. നിന്നോട് നോക്ക് കേട്ടോ. താങ്ക് യു ഫോർ പ്രൊട്ടക്ടിങ് അസ് ഫോർ ദ ലാസ്റ്റ് 2 ഹവേഴ്സ് ഓഫ് ഇവിടുത്തെ ടൈം എനിക്കറിയത്തില്ല. യെസ് ഗോ. ഡേയ്സ് പ്ലേ 2. അപ്പൊ 2 ദിവസം. ഓക്കെ, ഇതാര് ഇവര് ആൾക്കാരെ ഞാൻ കണ്ടില്ലല്ലോ. അതാണ്ട് ശരിക്കും ട്രേഡ് ചെയ്യാൻ പറയും. ഇത് മറ്റേവര് കഴിഞ്ഞ ഇവിടെ പറഞ്ഞെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. ആക്സ് ഓൺ ട്രേഡ് ആണ്. അപ്പൊ ഞാന് വീട് വെക്കാൻ തീരുമാനിച്ചു. ഇവിടെ നമ്മൾ കേറിയതാണോ നോക്കാം. തുറന്നു കിടക്കുന്നപ്പോ കേറി പെട്ടിക്കാറ്റ്. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞെന്ന് അറിയത്തില്ല. ഗൈസ് നമുക്ക് പോവാം. എന്റെ പ്ലാനിങ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയ കൊട്ടാരം പോലൊരു വീടുണ്ടാക്കാനാണ്. കൊട്ടാരം വേണോ അതോ കൊട്ടാരം മീൻസ് ഇവിടെ വലിയ കൊട്ടാരം കുറെ അറയൊക്കെ ഉള്ള അമ്മാതിരി ഒരു വലിയൊരു കാസിലുണ്ടാക്കണം. ഇതെങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് എങ്ങനെ ഇപ്പൊ കാണിച്ചു തരും? കുറച്ച് ബ്ലോക്കും ഇല്ലല്ലോ. വെയിറ്റ്, ഞാൻ ഒന്ന് നല്ല ഡേറ്റ് ഒന്ന് എടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഡേറ്റ് എല്ലാം കളക്ട് ചെയ്യുമ്പോൾ തന്നെ രാത്രിയായി. 36 ഡേറ്റും ഉണ്ട്. രാത്രിയായി. Slipping through the night. അയ്യോ, ഇതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ആപ്പിൾ എടുത്തിരിക്കുന്നത്. ഞാൻ എത്ര ബ്രെഡ് ക്രാഫ്റ്റ് ചെയ്തായിരുന്നു. ബ്രെഡ് എല്ലാം പോയെന്ന് തോന്നുന്നു. ഇതും വെച്ചോണ്ട് ഇതൊക്കെ ഇവിടെ പോകണി. ഓക്കെ, ബാപ്പോ. ഞാൻ ഇത് എന്റെ ഡേറ്റ് ആണോ എനിക്ക് എന്നെ മണ്ടേ കിട്ടുന്നതോടെ. ഇത്രയും മതിയായിരിക്കും. വലിയ മലയാണ്. അതിന്റെ മണ്ടയ്ക്കോട്ടോ അല്ലെങ്കിൽ സൈഡിലോട്ടോ ഒരു കാസിലൊന്നും ഉണ്ടാക്കാനാണ് പ്ലാൻ. ഒന്നിങ്ങനെ മണ്ടയ്ക്കോട്ടോ അല്ലെങ്കിൽ അതിന്റെ ഇങ്ങോട്ടും ഒരിത്. അങ്ങനെയാണ് ഒരു പ്ലാൻ. അല്ലെങ്കിൽ നമുക്ക് ഒരു അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അതായത് ഇവിടെ നിന്ന് അതായത് അകത്തോട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊരു മിഡീവൽ ബേസ് തന്നെ ഉണ്ടാകാം. അത് ഏത് വേണമെന്ന നോക്കട്ടെ. നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ഇടുക. ഇട്ടില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഹൗസാ വേണ്ടതെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇപ്പം എന്തോ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒരു സ്റ്റാർട്ടർ ഹൗസ് ഉണ്ടാക്കാം. ഇങ്ങോട്ട് പോയിട്ട് വില്ലേജിന്റെ അടുത്തോടെ നമ്മൾ എന്തായാലും ഉണ്ടാകത്തില്ല. ഇങ്ങോട്ട് ഒരു സ്റ്റാർട്ടർ ഹൗസ് ഉണ്ട്. ഇവിടെ പ്ലെയിൻസ് ആണ്, പക്ഷെ മൗണ്ടെയിൻ പ്ലെയിൻസ് ആണ്. അതും ശരിയാവും. അതോ നമുക്ക് സ്റ്റാർട്ടർ പ്ലേസ് ഉണ്ടാക്കണം. നമുക്കൊന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യരുത്. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ടേ. ബോട്ട് എങ്ങനെയായിരുന്നു ഈശ്വരം ഉണ്ടാകുന്നത്? ഇങ്ങനെ കണ്ടല്ലായിരുന്നു. കൊറേ നാളായി കളിച്ചിട്ട്. ഇങ്ങനെ ഷീൽഡാ ഉണ്ടാകുന്നത്. അടിച്ചു നോക്കാൻ ബോട്ട് BOAT ബോട്ട് ഇങ്ങനായിരുന്നു ഉണ്ടാകുന്നത്. എല്ലാം മറന്നു വരികയാണ്. ഒരിതും ഇല്ല. ടാറ്റ ബൈ ബൈ.
ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് എന്റെ കോയിൻസിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. കോഡിങ്സ് ഇട്ടേ അങ്കോരമായവർക്ക് അവിടെ ഒരു ലാവാപ്പോൾ ഉണ്ട് കേട്ടോ. ലാവ കൂടല്ല, ലാവയുണ്ട്. പിന്നെന്തുണ്ട്? ഒരു വലിയ മല, ഒരു ഫോറസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ നടുക്കൊരു വീടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോവാം. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ നമുക്ക് ഈ മൗണ്ടൈനിൽ തന്നെ വീടൊന്നും ഉണ്ടാക്കി, മൗണ്ടൈനിൽ തന്നെ വീടുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പോട്ടെ, അതുകൊണ്ട് അങ്ങനെ സ്ഥലം ഇതൊക്കെ നമ്മളവിടെ അല്ലായിരുന്നു അന്നേ. നമുക്ക് അവിടെ നയം മൈൻ ചെയ്തുകൂടായിരുന്നു. അത് സത്യമാണല്ലോ. ഇവിടെ കുറച്ച് അയണും അപ്പം കിട്ടും. എക്സ്പ്ലോർ ചെയ്ത് വെറുതെ ആവത്തില്ല. ഫുൾ അയണുണ്ട് എന്തായാലും. ഈ അയണൊക്കെ എടുത്ത് നമുക്കൊന്നൊരു പരിപാടി ആക്കാം. കോപ്പറൊക്കെ ആർക്ക് വേണം? ഈശ്വര ഡ്രൗണ് ദൈവേ. ഓരോ ഐലൻഡിൽ പോയിട്ടേ നമുക്ക് ഓരോ ഐലൻഡിൽ പോയിട്ട് കുറച്ച് അയണൊക്കെ നമുക്ക് നീന്തുകൊണ്ട് വരാം. ഇവിടുന്ന് തന്നെ 2 അയണം കിട്ടി, 3 അയണം കിട്ടി. നമുക്ക് ഒന്ന് കറങ്ങി ഒരു സ്റ്റാക്ക് ആയാൻ പറ്റുമെന്ന് ഉറപ്പിക്കാം. അങ്ങനെ ഇന്ന് തന്നെ ഫുൾ അയൺ ആർമിട്ട് വെച്ചാണെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് നമുക്കങ്ങ് സെറ്റ്. വെയിറ്റ്, അയണുണ്ടോ? അയണ കോളുണ്ട്. കോള് വരട്ടെ. കോളൊരെണ്ണമായിട്ട് മാത്രമല്ലല്ലോ കാണണ്ടേ, കുറച്ച് കോൾ എടുത്തുകൊണ്ട് പോവാം, ആവശ്യം വരും. If the world is falling, I would be the next. 17 കോള് കിട്ടി. അയണൊന്നും ഇല്ല. അയ്യേ, എന്തോടി ഇത്? ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് അയണെങ്കിലും കാണുമെന്ന്. ഒരയം പോലും ഇല്ലല്ലോ ഇവിടെ. കുറച്ച് ഗ്രാവലുണ്ട്. ഒരു ഗ്രാവൽ എടുത്തോണ്ട് പോവാ. ഒരു ഫ്ലിന്റ് എങ്ങാനും കിട്ടിയാലോ. ഒരു ഫ്ലിന്റ് കിട്ടി, മതി. ഗ്രാവൽ എടുത്ത് കളഞ്ഞു. ഗ്രാവൽ നമുക്ക് ആവശ്യമില്ല. എങ്ങനെയായിരുന്നു ഇത് കളയണ്ടേ? നമുക്കങ്ങനെ അടുത്ത വേളിലോട്ട് പോവാം. എൻവോൾവർ നിറഞ്ഞു. അമ്മ കണ്ട 2 ലീശ് വേണം. വേണ്ട. അയ്യാ, നേരെ പേര് ഞാൻ മറന്നുപോയി. എല്ലാം മറന്നു പോയിരിക്കുന്നു. ഒരയം കിട്ടി. ഇവിടെ നിന്ന് ഒരയം കിട്ടി. ഒരയം മാത്രം ആവരുത്. ഇല്ല, ഭാഗ്യം. ഇനിയുണ്ടോ? അയണുണ്ടോ? 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 കുറേ കോളുണ്ട്. കോളെല്ലാം എടുത്തോണ്ട് പോയാൽ തന്നെ ഒരു സ്റ്റാക്ക് അടുപ്പിച്ച് കൂടുണ്ട്. കോള് നമുക്ക് വേണ്ട. ഒരു കോൾ ചെയ്യുന്നു. അല്ലല്ല, കുറേ ഉണ്ട്. നമുക്ക് നേരെ ഇത് എടുത്തോണ്ട് പോവാം. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ബോട്ടിന് ഇതാരോട് പറയുന്നു?
അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ബേസ് ചെയ്തിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ വില്ലേജിൽ. അയ്യോ, വരുന്ന വഴിക്ക് അറിയാതൊന്നും ചത്ത്. 2 വട്ടം ചത്തു നമ്മുടെ എക്സ്പിയും പോയി, ഉള്ള എല്ലാം പോയി. പക്ഷെ 8 അയൺ കിട്ടി കേട്ടോ. 8 അയണും 3 നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്നു. 8 അയൺ കിട്ടി. ഇനി ഞാനേ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നടന്നോണ്ടിരിക്കുവായിരുന്നു. നോക്കുമ്പോ നോക്കി 2 എമറാൾഡ്. ഭയം രാവിലെയായി 27 അയണും കിട്ടി. നോക്കി 2 എമറാൾഡ്. നേച്ചറോട് ചോദിച്ചിട്ടുണ്ട്, ആവശ്യം വരും. അപ്പം ഇനി ഇത്രേ ഉള്ളു. ഇത് പറയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നേ ഉള്ളു. ഇനി ഒരു 35 30 40 ആയും കിട്ടിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. കേസൊക്കെ നമ്മള് തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് അയണൊക്കെ കിട്ടി. 31 അയൺ കിട്ടി. 50 അയൺ ഇങ്കറ്റ് നമ്മുടെ ഓൾറെഡി ഉണ്ട്. പിന്നെ അയൻകോളം അയൻകോളനേട്ടനെ തട്ടുമ്പോ ഒരു 4 3 എല്ലാം കിട്ടുമായിരിക്കും. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അയൻകോളനെ തട്ടണമെന്നേ ഇല്ല, കാരണം ഇവരുടെ ഒരു പ്രൊട്ടക്ഷൻ അവർ നിൽക്കുന്ന നല്ലതാണ്. നല്ലപോലെ ഉറങ്ങിയാ പോരെ. ഇല്ല, അയൻകോളൻ എന്ത് ചത്തെന്ന് മാത്രം പറയരുത്, ബാക്കി എന്ത് വേണമെങ്കിലും പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഉണ്ട് എന്നാ ഞാൻ ഏതാനും നിമിഷങ്ങൾ കൂടി. ഓക്കെ, ഇവിടെ വാണ്ടറിന്റെ ഒക്കെ ഉണ്ടോ? ഞാൻ മറ്റേ വില്ലേജർമാർ മാത്രമല്ലേ കാണത്തുള്ളൂ. ഇതൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് സീനാക്കാം. ഇംഗ്ലീഷ് കിട്ടി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് മിഡീവലേഴ്സ് ഒക്കെ സെറ്റ് ആക്കാം. മിഡീവൽ ഹൗസ് എന്നാണ് ഞാൻ ഇപ്പൊ പറയുന്നത്, കാരണം കുറച്ചു നേരം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ലാൻ ഒരു വലിയ കൊട്ടാരം ഉണ്ടാക്കാനാണ്. പക്ഷെ അതെനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഭ്രാന്ത് തോന്നി. നമുക്ക് അടുത്ത സീരീസിൽ വലിയ കൊട്ടാരമൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ സീരീസ് തന്നെ ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ ഒരു ഹൗസ് അല്ല, ജസ്റ്റ് ഒരു ബിൽഡായിട്ട് മാത്രം ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ഏതെങ്കിലും ഒരു വീഡിയോ ഇപ്പൊ പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇതെടുക്കാം. അയണുള്ള നമ്മുടെ അയങ്കറ്റും നമ്മുടെ സ്യൂട്ടും ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകാം. ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മുടെ വില്ലേജില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാൻ പറഞ്ഞു. എൻ്റെ ഇൻവോൾട്ടറി ഒന്ന് സെറ്റ് ആക്കണം. വെയിറ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഫർണസ് ഉണ്ടാക്കണമല്ലോ. സ്റ്റോൺ ഇല്ല, അല്ല നമുക്ക് സ്റ്റോൺ അപ്പൊ ഈ വില്ലേജറിനെ തന്നെ എടുത്താലോ. ബെഡ് ഉണ്ട്, നമുക്ക് ബെഡ് എടുക്കണ്ട. ഉപയോഗിക്കട്ടെ തൽക്കാലത്തേക്ക്. ഞാൻ പെട്ടെന്ന് കുറച്ച് സ്റ്റോൺ ഒപ്പിച്ചിട്ട് ഇപ്പൊ വരാവേ. അങ്ങനെ നമുക്ക് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ വരുമ്പോഴുണ്ട് നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു ഫർണസ് ഉണ്ടാക്കാം. ഇങ്ങനെങ്ങാണ്ടല്ലായിരുന്നു. ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഫർണസ് വെക്കാൻ പറ്റേണ്ട ചെസ്റ്റ് വേണമല്ലോ. വുഡ് തീർന്ന് വരുന്നു. നമുക്ക് ഒരു ചെസ്റ്റ് മാത്രം ഉണ്ടാക്കണ്ട, ചെസ്റ്റ് ഉണ്ടാക്കണ്ട. 1 ചെസ്റ്റ് പ്ലീസ്. ചെസ്റ്റ് ഉണ്ടാക്കണ്ടായിരുന്നു. ഓക്കെ, 1 ചെസ്റ്റ് സെറ്റായി. നമുക്ക് പെട്ടെന്ന് ഞാൻ കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയായിരുന്നു നേരത്തെ. ഞാൻ ബെഡ് എടുക്കാൻ മറന്നായിരുന്നു. അതുകൊണ്ട് 5-6 കൊണ്ട് പിന്നെയും ചത്ത്. ഡാക്സ് ഒക്കെ പോയത് കണ്ടാലേ അറിയാം. 5-6 ചത്ത്. ഇപ്പൊ വലിയ സീൻ നമ്മളെ ആവശ്യമായിട്ടുള്ളതൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ നിൽക്കും. അയണം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റാം. കോളും തീർന്നു തോന്നുന്നു. കുഴപ്പമില്ല, കോളുണ്ട്. ആവട്ടെ. ഡയമണ്ട് ഫ്ലിന്നല്ലേ എന്റെ പേര്? ഫ്ലിന്റ് ആണിങ്കറ്റ്. പിന്നെ എനിക്കൊരു കാര്യം ട്രൈ ചെയ്യണം. ഞാൻ ചത്തപ്പോ ഉണ്ടല്ലോ, ഞാന് ആദ്യമേ ഒരു ബെഡ് വെച്ച് പൊട്ടിച്ചായിരുന്നു. പക്ഷെ ആ ബെഡിലല്ല ഞാൻ പോയി റീസ്പോൺ ആയി. ഒരു വട്ടം ചത്ത്, അങ്ങനല്ല, ഒരു വട്ടം ഞാൻ ചത്ത്. പക്ഷെ നമ്മൾ നേരത്തെ ഞാൻ ബെഡ് വെച്ചായിരുന്നു. ആ ബെഡിൽ പോയിട്ട് റീസ്പോൺ ആയി. പിന്നെ ആ ബെഡ് പൊട്ടിച്ചിട്ട് ഞാൻ പിന്നെയും പോയപ്പം പിന്നെയും ഞാൻ ചത്ത്. പക്ഷെ ആ ബെഡ് പൊട്ടിച്ചപ്പോ നേരത്തെ ബെഡ് വെച്ചിട്ട് സ്പോൺ ആയി. അങ്ങനെ ഒരു സാധനം ഉണ്ടോ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് ഞാൻ ക്രിയേറ്റീവ് കയറി നോക്കാം. നമുക്ക് ബാക്കി ഇൻവോളണ്ടറി സോർട്ട് ചെയ്ത്
ആ ഇപ്പൊ ഇത്രയും മതി. ഈ ബുക്ക് വെക്കാം. പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഒന്നുമില്ല. കൃഷിയൊന്നും തുടങ്ങുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ഇൻവോളണ്ടറി സെറ്റ് ആയിക്കോട്ടെ. ഓക്കെ, കഴിക്കാൻ ഒന്നുമില്ലല്ലോ ഈശ്വര. ഞാൻ പോയി 5-6 കൊന്നിട്ട് വരട്ടെ. ഇൻവോളണ്ടറി സെറ്റ് ആയിട്ടുണ്ട്. അത് കരിഞ്ഞു കഴിഞ്ഞു. ഇല്ലല്ലോ, 8 ആയതേ. 9 എത്രയായിരുന്നു? 18 രണ്ടെല്ലാം കൂടെ അത് മതിയായിരിക്കും. നമുക്ക് പെട്ടെന്ന് വേണ്ട 5-6 ഒക്കെ കൊന്ന് നമുക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കാം. നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഇട്ടിട്ടുണ്ട്. എല്ലാം കുക്ക് ചെയ്യാം. ഇത് കുക്കായി കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇതിനു വേണ്ടി മാത്രം ഒരു സാധനം ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്യും? ഇതില്ലായിരുന്നോ സ്മോക്കർ? അത് തന്നെ. ഇത്രേ വേണ്ടുള്ളല്ലോ. 4 വുഡില്ല. പക്ഷെ നമുക്ക് ഒരു ആക്സ് ഉണ്ടാക്കാം പെട്ടെന്ന്. ആക്സ് ഉണ്ടാക്കാനുള്ള സ്റ്റോൺ നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ട്, 3 ഉണ്ട്. പക്ഷെ വുഡില്ല. വുഡിന് എന്തൊരു ക്ഷാമം ഈശ്വര. അത് പെട്ടെന്ന് ഇതാക്കി. ഇങ്ങനെ അല്ലായിരുന്നുണ്ടോ? അല്ല, സ്റ്റിക്ക് സെറ്റ്. നമുക്ക് നമ്മുടെ ആക്സിന് ഇതുകൊണ്ട് ഉണ്ടാക്കണം. വെയിറ്റ്, ഇതിനകത്ത് ഞാൻ കൈ കൊണ്ട് നോക്കിയത്. അങ്ങനെ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സാധനം ഇപ്പൊ നോക്ക്, എല്ലാം കുക്കായി കഴിഞ്ഞ് കറക്റ്റ് ടൈം. പക്ഷെ നമുക്ക് ആ സാധനം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സെറ്റ്. നമ്മുടെ അയണെന്തി ഈ അയണമായിട്ട് കൂട്ടിച്ചേർത്ത് നമുക്ക് 40 കിട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. 40 അയൺ കോളേജിൽ തട്ടി 46 കിട്ടും. ഇത് നമുക്ക് കിട്ടിയേക്കാം. എന്നിട്ട് സ്മോക്കർ ഉണ്ടാക്കാം. സ്മോക്കർ പ്ലീസ്. സ്മോക്കർ എന്നാത്തിരുന്ന ഇതന്നെ എല്ലായിരുന്നു സാധനം അന്ന് തോന്നുന്നേ. പിന്നിട്ടിരുന്ന് നമുക്ക് ബാക്കിയുള്ളല്ലോ കുക്ക് ചെയ്യാം. ഇതല്ലയോ സാധനങ്ങൾ. അല്ലേ പെട്ടെന്ന് ആവുന്നുണ്ടോ? നമ്മുടെ നാവുന്നൊക്കെ ഉണ്ട്. ഉണ്ട് തോന്നുന്നു. മറ്റേ ഇതിനു വേണ്ടി മാത്രം വേറെ സാധനം ഉണ്ടായിരുന്നു. ഇത് മീൻസ് അയൺസ് വേണ്ടി മാത്രം. അതിന്റെ പേര് ഫർണസിന് അടിച്ചു കൊടുത്താലോ? ഉണ്ട്, ഇത് തന്നെ, ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസ് ഇതാണെന്നാ തോന്നുന്നു. ഇത് തന്നെ ഇതൊക്കെ എന്ത് സാധനം? ഇത് ഞാൻ മറ്റേ സുധീറിന്റെ വീഡിയോ ഒക്കെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഇത് ബ്രീസ് ആണ്. ബ്രീസ് റോഡ് അത് തന്നെ. ഓക്കെ, ഇത് അപ്പത്തേക്ക് ഇവിടെ ടവർ. എന്റെ ഒരു ബ്രെഡ് ഇല്ല വിശ്വര. കൊള്ളാം. ഇത് കഴിക്കും. നമ്മടെ ഇതിന്റെ ഈ ബീഫ് ഇത് പന്നിയുടെ അല്ലയോ? പന്നിയിറച്ചിയാണെന്ന് തോന്നുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇൻവോൾവർ ഒന്നുകൂടെ സോൾട്ട് ചെയ്യേണ്ടി വരും. ഇത് ഇവിടെ പോട്ടെ. ഇത് ഇവിടെ വേണം. ഇത് ഇപ്പൊ ഇവിടെ പോട്ടെ. ഇത് ഇവിടെ പോട്ടെ. ഇത് ഇവിടെ പോട്ടെ. പെട്ടെന്ന് സോൾട്ട് ചെയ്തോട്ടെ. സോൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സ്മെൽട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് സ്മെൽട്ട് ചെയ്യാൻ വെക്കാം. പെട്ടെന്ന് സ്മെൽട്ട് ആവൂ. ഇതാണ് നമുക്ക് ആവശ്യം. ഈ സാധനം എന്റെ പേരെന്ത്? ഇത് സ്റ്റീക്ക്. പന്നിയിറച്ചി അല്ലേ ഇത്? അന്ന് തോന്നുന്നു. ഞാൻ കുറച്ചൊരു പന്നിയെ പോയി കൊണ്ടുപോട്ടെ. നമ്മളെ ഫുഡും കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സാധനം ഇതായി കഴിഞ്ഞു. ഇതിങ്ങെടുക്കാം. അടുത്ത ഇത് കുറച്ചുണ്ട്. ഇതല്ല കേട്ടോ. ഇത് എന്തിന്റെ മറന്നുപോയി ഞാൻ. അല്ല, ഇതിനുള്ള ഒരു സാധനമാണോ? ഇതൊന്നും വേണം. നോക്കട്ടെ. അത് വിട് നമുക്ക്. ഇത് അല്ല, കുഴപ്പമില്ല. ഓക്കെ, തന്നെ. അപ്പൊ നമ്മുടെ ഈ അയൺ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എത്ര അയൺ എന്തോ വേണം? ഇത്ര അയൺ വേണം ഇല്ലയോ? നമ്മുടെ ഫുൾ അയൺ ആർമർ സെറ്റ് ആക്കാം. ഒരു അയൺ ഹെൽമെറ്റ്, ഒരു അയൺ ചെസ്റ്റ്, ഒരു അയൺ ലെഗിൻസ്. ബൂട്ട് വേണം. നമ്മുടെ ഓൾറെഡി ഒരു ബൂട്ട് ഉണ്ട്. സത്യമില്ലല്ലോ. ഇല്ല, കുറച്ചായതേ ഇല്ല. ബൂട്ട്, ഒരയൺ സോഡ്, ഒരയൺ ആക്സ്, ഒരയൺ പിക്കാക്സ്. പക്ഷെ ഷവൽ ഉണ്ടാക്കാൻ നമ്മുടെ അയൺ അല്ല, സ്റ്റിക്കില്ല. അയൺ ഉണ്ട്, സ്റ്റിക്കില്ല. സ്റ്റിക്കിന് ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കില്ല.
വുഡുണ്ടോ എൻ്റെ കയ്യിൽ? ആ 2 വുഡുണ്ട് ഭാഗ്യം. പെട്ടെന്ന് നമുക്ക് നമുക്ക് ആക്സ് എന്തുണ്ടാകല് ഷവല്ലേ ഷവല്. ആ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ ഓക്കെ നമുക്ക് ഉറങ്ങിക്കോട്ടെ. ബെഡ് സ്റ്റൂഫർ ഒറ്റ ബ്ലോക്ക് അപ്പുറത്ത് കിടന്ന ബെഡ് സ്റ്റൂഫർ. കൊള്ളാം കേട്ടോ, ഇത് പുതിയ അപ്ഡേറ്റ് വന്ന സാധനമാണ്. ഇങ്ങനെയല്ലായിരുന്നു ഞങ്ങൾ ഉറങ്ങുന്നത്. ഓക്കെ 11 ബാക്കി വെക്കാം. നമ്മുടെ എന്ത് ഇൻവോൾണ്ടറി ഓടോ ക്ലിക്കാകും. നമ്മുടെ അയൺ ആർമർ നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് സെറ്റാക്കിയിട്ടുണ്ട്. സൂചിയണ്ണൊക്കെ ഫസ്റ്റ് എപ്പിസോഡ് അയൺ ആർമർ സെറ്റാക്കുക, അതാണ് പ്രോനസ്. അയൺ സോഡ്, പിക്കാക്സ്, ആക്സ്, ഷവൽ. അതിൻ്റെ ഒരു ഓർഡറുണ്ട്, പക്ഷെ ഇതെങ്ങനെ എനിക്കത് മാറ്റാൻ അറിയത്തില്ല. ഇതിനകത്ത് ഇത് കിട്ടും സെറ്റായാല് ഇതിനകത്ത് ഇത് കുക്ക് ചെയ്യാൻ വെക്കാം. എന്തിൻ്റെ ഇറച്ചിയത്? റോ ബീഫ്. എന്ന് പോയി നോക്കണം. എന്തിൻ്റെ ഇറച്ചിയായിരുന്നു? പന്നിയാണ്. പന്നിയല്ലല്ലോ, പന്നി ഇതില്ലേ പന്നി. അത് പോട്ടെ. ഊളിന് 3 ആഹാരമാണ് ഊളുണ്ട് എൻ്റെ. ആവശ്യമുള്ളപ്പോൾ ഒരു ഊളും വരത്തുമില്ല. നമ്മളൊരു ഒറ്റ ബ്രെഡായിട്ട് വേണ്ട. ഇത് അയണൊക്കെ എടുത്ത് വെച്ചേക്കാം. ജസ്റ്റ് മിക്കവാറും ഇപ്പോൾ തന്നെ നിറയും. ഇതോടെ പോട്ടെ. ഓക്കെ ബെഡ് സെറ്റാക്കി. ഇത് ഓക്കെ. ഇത് ആയിട്ടുണ്ട് കേട്ടോ. അതെന്തിൻ്റെ ആണെന്ന് മനസ്സിലാകും. കോള് കഴിഞ്ഞു ഇല്ലല്ലോ. ഇതെന്തു ആവുന്നേ? ഇത് വെച്ച് ഇനിയാവുമായിരുന്നു. സോറി, ഇതല്ല വെക്കാൻ സാധനം മാറിപ്പോയി. ഇത് ഇവിടെ പോട്ടെ. അത് ആയിപ്പോളും. അതായത് നമ്മുടെ സ്റ്റിക്ക് ഇവിടെ. ഓക്കെ, നമ്മുടെ സീൻ നമ്മുടെ വീഡിയോ കഴിയത്തില്ല. ഇതങ്ങ് തീർന്നിട്ടേ ഞാൻ വീഡിയോ അവസാനിക്കുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ ഫുഡ്സ് എല്ലാം സെറ്റ്. നമ്മുടെ അയൺ ആർമർ, ഇൻവോൾണ്ടറി എവിടെ കാണാൻ പറ്റും? സുതിയണ്ണ. പക്ഷേ ഇതിനെ ഈ ഒരു ബ്രെഡ് എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ. വെയിറ്റ്, ബ്രെഡ് തീർന്നോളൂ. എൻ്റെ ബുദ്ധി കണ്ട, എൻ്റെ ബ്രെഡ് തീർക്കാനുള്ള ബുദ്ധി. ഇത് പെട്ടെന്ന് ഡോണൊക്കെ നമുക്ക് വാതിലൊക്കെ അടച്ചിടേണ്ടി, അല്ലെങ്കിൽ പ്രേതം കയറത്തില്ലയോ? പ്രേതമല്ല, ഓരോ സോംബീസ്. ഇനി എന്താ വീട്? ഓക്കെ, നമുക്കിനി എന്തുവാ വേണ്ടേ? നമ്മുടെ കുക്ക്ഡ് പോർക്ക് ചോപ്പ് സെറ്റ്. നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വെയിറ്റ്, കഴിഞ്ഞ വീഡിയോ നടത്തിയതുപോലെ തന്നെ സെറ്റിങ്സ് കയറട്ടെ. വീഡിയോ ഫസ്റ്റ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഫ്രണ്ട്. ഈ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.